ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിൻ്റെ വേഗത കുറഞ്ഞു എന്നുള്ള ആശങ്കയാണ് അയ്യപ്പ വിശ്വാസികൾക്കുള്ളത്. 2 ദേവസ്വം പ്രസിഡന്റുമാരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം, അറസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായതായിട്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. പത്മകുമാർ ഇന്നോ മറ്റോ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാത്രം എങ്ങനെ പ്രതിയാവും എന്നുള്ളതാണ്. അദ്ദേഹം മാത്രം എങ്ങനെ കുറ്റക്കാരനാകും. പത്മകുമാറിൻ്റെ ചോദ്യത്തിനർത്ഥം കടകംപള്ളി സുരേന്ദ്രൻ, അക്കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാകാതെ പത്മകുമാർ പ്രതിയാകുന്നത് ഒരു ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ദേവസ്വം ബോർഡിൻ്റെ നിയമമനുസരിച്ച് 2007 വരുത്തിയ ഭേദഗതി അനുസരിച്ച് 3 മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് ദേവസ്വം ബോർഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനർത്ഥം അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ 3 മാസത്തിലൊരിക്കൽ കിട്ടിക്കൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ 2019 ഈ സ്വർണം പൂശാൻ വേണ്ടി ചെമ്പുപാളികൾ കൊടുത്തയക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ മുന്നിലെത്തുമ്പോൾ ദേവസ്വം മന്ത്രി ഓർക്കേണ്ടതായിരുന്നില്ലേ 1999 30 കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ട് ശബരിമലയിലെ ദ്വാരപാലകന്മാരും ശ്രീകോവിലും ഒക്കെ പൊതിഞ്ഞത്. അതുകൊണ്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയുടെ വാദം, ആ വാദത്തിന് ഒരടിസ്ഥാനവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അന്വേഷണം 2 ദേവസ്വം പ്രസിഡന്റുമാരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകേണ്ടിയിരുന്നത് അതിൻ്റെ വേഗം കുറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല 2019 കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി 2025 വീണ്ടും ഇതിന് തൊട്ട് മുമ്പത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ആ ആളുടെ കയ്യിൽ തന്നെ ഈ സ്വർണം പൂശാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ചെമ്പുപാളികൾ ഇതൊക്കെ കൊടുത്തയച്ചത് എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ മന്ത്രി വാസവനും അതിൽ പങ്കാളിത്തമുണ്ട്, പ്രശാന്തിന് പങ്കാളിത്തമുണ്ട്. ഇപ്പം 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരോടുകൂടി ഈ അന്വേഷണം 2 വ്യക്തികൾ നടത്തിയ കുറ്റം എന്നുള്ള നിലയിലേക്ക് ഇതിനെ ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമത്തിലാണോ SIT പെട്ടുപോയിരിക്കുന്നത് എന്നുള്ള ആശങ്കയാണുള്ളത്. രാജ്യത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ആ ക്ഷേത്രക്കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ആഗ്രഹിക്കുന്നത്. SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെയും ഉന്നയിച്ചിരുന്ന ആശങ്ക, SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. പക്ഷേ SITയിലെ ഉദ്യോഗസ്ഥന്മാർ കേരള സർക്കാരിന് നിയന്ത്രണമുള്ള കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എത്രമാത്രം വസ്തുനിഷ്ഠമാകും, എത്രമാത്രം നിഷ്പക്ഷമാകും, എത്രമാത്രം നീതിപൂർവകമാകും എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ ആശങ്ക അസ്ഥാനത്തായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അന്വേഷണം 2 പേരിൽ അവസാനിപ്പിക്കാനുള്ള ആ നീക്കം വസ്തുതകളും അതുപോലെ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയും മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായകരമാവില്ല. മസാല ബോണ്ടിൽ
ED മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുന്നത് ഏതാണ്ട് ഒരു 2 വർഷം, എൻ്റെ ഓർമ്മ 2024 മറ്റോ ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം തുടങ്ങുന്നത്. അന്ന് ശ്രീമാൻ തോമസ് ഐസക്കിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് അയച്ചിരുന്നു. തോമസ് ഐസക് അന്ന് കോടതിയിൽ പോയി ഇതിൽ തുടർ നടപടികൾ പാടില്ല എന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി പ്രാഥമികമായിട്ടത് അംഗീകരിച്ചുവെങ്കിലും പിന്നീടത് അന്വേഷണം തുടരാം, നോട്ടീസ് അയക്കാം എന്നുള്ള നിലപാടാണ് എടുത്തത്. മാത്രമല്ല, അന്ന് തോമസ് ഐസക്ക് എടുത്ത നിലപാട് ഞാൻ ഒറ്റയ്ക്കല്ല ഈ തീരുമാനം എടുത്തത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുമാണ് ഈ തീരുമാനം എടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും തോമസ് ഐസക്കിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ED മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാ ഭരണാധികാരികൾക്കും ചുമതലയുണ്ട്. വിദേശ നാണ്യ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഫെമ ലംഘിച്ചതിൻ്റെ പേരിലാണ് ED ഈ നോട്ടീസ് അയച്ചതായിട്ട് നിങ്ങളെല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി സാധാരണ പറയാറുണ്ടല്ലോ, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന്. അദ്ദേഹത്തിന് മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഭയക്കുന്നു. EDയുടെ നോട്ടീസിന് മറുപടി അയക്കണം, പ്രശ്നം തീരുമാനത്തോടുകൂടി. UDF പല ആരോപണങ്ങളും ഉന്നയിക്കും. ഞാൻ പറയട്ടെ, UDFിൻ്റെ തന്നെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് ഈ EDയുടെ നോട്ടീസ് ശരിയാണെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UDF പല സ്വരത്തിൽ സംസാരിക്കും, അതിൽ എല്ലാ സ്വരങ്ങളും മറുപടി അർഹിക്കുന്നതല്ല. അങ്ങനെയല്ല അങ്ങനെ ഒരു നടപടി ഇല്ലാതിരുന്നിട്ടില്ല. അതായത് എല്ലാ നോട്ടീസുകളും മാധ്യമപ്രവർത്തകരെല്ലാവരും രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. EDയും അതുപോലെ കേന്ദ്ര ഏജൻസികളും ധാരാളം കേസുകൾ അന്വേഷിക്കുന്നുണ്ടാവും. ആ കേസുകളുടെ കാര്യത്തിൽ അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ തുടരന്വേഷണം നടത്തും. നമുക്ക് ആശങ്കിക്കാനും ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെയുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി വരുന്നത്, ഒരു കേസ് അന്വേഷണം ഉപേക്ഷിച്ചു എന്ന് ED കോടതിയിൽ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്മിഷൻ കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കാം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഈ നെഗോഷിയേഷൻ EDക്ക് എന്താ കാര്യം? അല്ല, എന്തറിയോ, ഞാൻ പറയട്ടെ നിങ്ങളെല്ലാവരുടെയും പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ കൊച്ചിയിലും കേരളത്തിൽ നിന്നിട്ട് കേരള പോലീസ് പ്രവർത്തിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ കോൾ ചെല്ലുന്നു, പോലീസ് അവിടെ ചെല്ലുന്നു, അന്വേഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടടക്കം കേരള പോലീസ് നടപടികൾ എടുത്തിട്ടുണ്ട്. കാരണം എന്താ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് അസുഖകരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ, ചില റിപ്പോർട്ടിംഗ് നടത്തിയതിൻ്റെ പേരിൽ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളും അങ്ങനെ പ്രവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് പൊളിറ്റിക്കൽ നെഗോഷിയേഷൻ്റെ ഒന്നും ഭാഗമായിട്ട് ഒരു കാലത്തും EDക്ക് ഭാഗമാകാൻ കഴിയില്ല, ഇപ്പോഴും ഇല്ല. വിളിക്കുമല്ലോ, തീർച്ചയായിട്ടും വിളിക്കുമല്ലോ. തെളിവ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരെയും ഭയക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി സെൻട്രൽ ഏജൻസിയുടെ മുൻപാകെ ഹാജരായതല്ലേ? നരേന്ദ്രമോദി അന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇത് വേട്ടയാടലാണെന്ന്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ കേന്ദ്ര ഏജൻസി വിളിച്ചു, അദ്ദേഹം പോയി, അദ്ദേഹം ഹാജരായി, അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. അന്ന് BJP രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്തിയിട്ടില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ, കോൺഗ്രസ് സർക്കാർ വേട്ടയാടുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഭയമുള്ളതുകൊണ്ട്. ഭയമില്ലാത്തവൻ ഒരു അന്വേഷണത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കുറ്റം ചെയ്തിട്ടില്ലാത്തവർ ഒരു അന്വേഷണത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നരേന്ദ്രമോദി ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പോയി. അമിത്ഷാ ജയിലിൽ കിടന്നിട്ടുണ്ട്, അവസാനം വിട്ടു. അപ്പോൾ ഇവിടെയും കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് വേട്ടയാടൽ എന്നുള്ള പ്രചരണം നടത്തുന്നതിന് പകരം ഏജൻസികളുമായിട്ട് സഹകരിക്കുക, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയും.